അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത വാർഷിക പരീക്ഷയിൽ 9-ാം തരത്തിലെ ലിസാനുൽ ഖുർആനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 മുമയ്യിസ് വേർതിരിക്കുക. ജുംലത്തുൽ ഇസ്മിയെയും ജുംലത്തുൽ ഫീലിയെയും വേർതിരിക്കാനാണ് പറയുന്നത്. അൽ ജുംലത്തുൽ ഇസ്മിയ അൽ മദ്രസത്തു കബീറത്തുൻ, അൽ ബുസ്താനു ജമീലുൻ, അസ്സൗമു ജുന്നത്തുൻ. അതാണ് ജുംലത്തുൽ ഇസ്മിയായിട്ട് വന്നിട്ടുള്ളത്. 2 അൽ ജുംലത്തുൽ ഫീലിയ. ജുംലത്തുൽ ഫീലിയ എന്ന് പറഞ്ഞാൽ കതബത്തുൽ ബിന്തു ഫിദ് ദഫ്തരി, ഖറഅൽ വാലിദു റിസാലത, സഖിദൽ ഖതീബു അലൽ മിമ്പരി. സെക്ഷൻ 2 നുകമ്മിലുൽ ജദ്വല. ഈ കോളം പൂരിപ്പിക്കാനാണ് പറയുന്നത്. 1 കാന കാന കാനു, കാനത്ത് കാനത്ത, കുന്ന. ബേഴ്ത്ത ബേഴ്ത്തുമ ബേഴ്ത്തും, ബേഴ്ത്തി ബേഴ്ത്തുമ ബേഴ്ത്തുന്ന. തകൂലൂന തകൂലീന തകൂലാനി, തകുൽന അക്കൂലുൻ അക്കൂലു. ലം തഖാഫു ലം തഖാഫി ലം തഖാഫ, ലം തഖഫ്ന ലം അഖഫ് ലം നഖഫ്. സെക്ഷൻ 3 നൂസിലു ബിൽ മുനാസിബി. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതുക. 1 അസുലാസി മുജറദ്. 3 അക്ഷരമുള്ള ഫീലാണ് സലിമ എന്നുള്ളത്. ഇനി അസുലാസി മസീദു ഫീഹി. 3 അക്ഷരത്തെക്കാൾ കൂടുതലുള്ളത് തഖദ്ദമ. 4 റുബായി മുജറദ്. 4 അക്ഷരം മാത്രമുള്ളത് ദഹ്റജ. 4 റുബായിൽ മസീദു ഫീ. 4 അക്ഷരത്തെക്കാളും കൂടുതലുള്ളത് ഇഹ്റഞ്ചമ. ഇനി സെക്ഷൻ 4 നക്തുബുൽ അൽഫാല. ലഫ്ലുകൾ എഴുതുക. മുത്തബഊന എന്നുള്ളതിൻ്റെ ലഫ്ൽ എന്താകുന്നു? മുത്തബഊന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാനാണ് പറയുന്നത്. മുത്തബഊന എന്നുള്ളത് അൽ ജമ്മുൽ മുദക്കറു മിൻ അസ്ലിമിൽ മഫ്ഊൽ. മിൻ ഇസ്മിൽ മഫ്ഊലിൽ നിന്നുള്ള ഇസ്മു മഫ്ഊലിൽ നിന്നുള്ള ജമ്മു മുദക്കറാകുന്നു. മുത്തബിയുൻ, മുത്തബിയാനി, മുത്തബിയൂന. മുത്തബിയൂൻ എന്നാണ് മുഫ്രദ്, അതിൻ്റെ ജമ്മാണ് മുത്തബിയൂന. 3 ഹാഫിലാത്തുൻ. ഹാഫിലാത്ത് എന്നുള്ളത് ജമ്മു മുഅന്നസ് മിൻ ഇസ്മു ഫായിൽ. ഇസ്മു ഫായിൽ നിന്നുള്ള ജമ്മു മുഅന്നസ് ആണ്. ഹാഫിലത്തുൻ, ഹാഫിലത്താനി, ഹാഫിലാത്തുൻ. 3 ലാ യഷ്തമിന്ന അൽ മുദക്കറുൽ വാഹിദു മിൻ നഹിയിൽ ഗായിബിൽ മുഅക്കദ് ബിൻ നൂനി സക്കീലത്തി. സക്കീലത്തിൻ്റെ നൂന് കൊണ്ട് തഅക്കീദ് ചെയ്ത നഹിയാകുന്നു. മുദക്കർ വാഹിദ് എന്നുള്ള നഹിയായ ഫീലാണ് ലാ യഷ്തമിന്ന എന്നുള്ളത്. 4 നാസിറാനി അൽ മുദക്കറുൽ മുസന്ന മിനൽ ഇസ്മിൽ ഫായിൽ. 5 ലി യക്തുബിന എന്നുള്ളത് ജമ്മു മുദക്കർ മിനൽ അംറിൽ ഗായിബിൽ മുഅക്കദ് ബിൻ നൂനിൽ ഖഫീഫത്തി. സെക്ഷൻ 5 നുതമ്മിമു. പൂർത്തിയാക്കാം. തദ്ഖുലു നൂനു സകീലത്തി ഫീ കുല്ലി സീഇൻ മിനൽ അംരി വലാ തദ്ഖുലു നൂനുൽ ഖഫീഫത്തി ഫിൽ മുസന്ന വഫിൽ ജമ്മിൽ മുഅന്നസി. 2 വന്നഹിയ നവാനി നഹിൽ ഹാദിർ വ നഹിയ ഗായിബ്. നഹിയ 2 വിധമാണ്, ഹാദിറും ഗായിബുമാകുന്നു. 3 ഇസ്മുൽ ഫായിലി ഹുവ ഇസ്മുൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫീലു. 4 ഇസ്മുൽ മഫ്ഊലി ഹുവ ഇസ്മുൻ യദുല്ലു അലാ മൻ വഖഅ അലൈഹിൽ ഫീലു. ഇനി സെക്ഷൻ 6 നുസഹിഉൽ ഖത. തെറ്റ് ശരിയാക്കുക. ലം അകൂൽ എന്നാണുള്ളത്, അത് ശരിയായത് ലം അകുൽ എന്നാണ്. 2 റമയത എന്നാണുള്ളത്, അത് റമത്ത എന്നാണ് ശരിയായത്. 3 ലം യകൂലൂന എന്നുള്ളത് തെറ്റാകുന്നു, ശരിയായത് ലം യകൂലു. 4 ലൻ യബീഇന എന്നുള്ളത് തെറ്റാണ്, ശരിയായത് ലം യബീഇന. സെക്ഷൻ 7 നുജീബു. ഉത്തരം എഴുതാം. അൽ ഫീലുൽ മുഅത്തല്ലു മാ ഹുവ. മുഅത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ മാ കാന അഹദുൽ ഹുറൂഫിൽ അസ്ലിയത്തി അലിഫൻ ഔ വാവൻ ഔ യാഅൻ. 2 അൻവാഉൽ മഹ്മൂസി മാഹിയ. മഹ്മൂസിൻ്റെ വകുപ്പുകൾ എത്രയാകുന്നു? അത് മഹ്മൂസുൽ ഫാഇ വ മഹ്മൂസുൽ ഐനി വ മഹ്മൂസുൽ ലാമി. 3 അൽ ഇദ്ഗാമു മാ ഹുവ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അൻ തുസ്കന്നൽ ഹർഫുൽ അവ്വലു വ തുദ്റജ ഫി സാനിയത്തി. ഒന്നാമത്തതിന് സുക്കൂനാവുകയും എന്നിട്ട് അതിനെ രണ്ടാമത്തതിലേക്ക് ചേർത്ത് വായിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. 4 കൈഫ യുബ്ന ഇസ്മുൽ മഫ്ഊലി മിമ്മാ സാദ അലാ സലാസത്തി അഹ്റുഫിൻ. 3 അക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഫീലിൽ നിന്ന് എങ്ങനെയാണ് ഇസ്മു മഫ്ഊലിനെ ഉണ്ടാക്കുക? അതിൻ്റെ ആൻസർ ബി വലഇ മീമിൻ മദ്മൂമത്തിൻ
മൗലിയ ഹർഫുൽ മുലാറാത്തി വ ഫത്ഹി മാ ഖബലൽ ആഖിരി, അവസാനത്തതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹും ആദ്യത്തതിൽ മുലാരിയുടെ അക്ഷരത്തിൻ്റെ ആദ്യത്തിൽ ലമ്മ് ചെയ്യപ്പെട്ട മീമിനെ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ഇസ്മു മഫ്ഊലിനെ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് 8-ാം തരത്തിലെ 9-ാം തരത്തിലെ ലിസാനുൽ ഖുർആനിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പാഠഭാഗങ്ങളും തദ്രീബാത്തുകളൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കണമെന്ന് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.